ഹായ്, ഗുജറാത്തിലെ യാത്രകളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വഡോദരയിലാണ്. സമ്പന്നമായ ചരിത്രവും സാംസ്കാരിക പൈതൃകവുമുള്ള ഗുജറാത്തിലെ ഒരു നഗരമാണ് മുമ്പ് ബറോഡ എന്നറിയപ്പെട്ടിരുന്ന വഡോദര. കല, സംഗീതം, വാസ്തുവിദ്യ എന്നിവയുടെ സംരക്ഷണത്തിന് പേര് കേട്ട ഗെയ്ക്വാദ് രാജവംശമാണ് വഡോദര ഭരിച്ചിരുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും വിദ്യാഭ്യാസം, വാണിജ്യം, വ്യവസായം എന്നിവയുടെ കേന്ദ്രമായി ഈ നഗരം അഭിവൃദ്ധി പ്രാപിച്ചു. ഇന്ന് പെട്രോകെമിക്കൽസ്, എഞ്ചിനീയറിംഗ്, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ മേഖലകളിലെ വ്യവസായങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പേരുകേട്ട തിരക്കേറിയ ഒരു നഗരമാണ് വഡോദര. ആധുനികതയെ അംഗീകരിക്കുമ്പോൾ തന്നെ അതിന്റെ പൈതൃകം കാത്തു സൂക്ഷിക്കുന്നതിലും ശ്രദ്ധ ചെലുത്തുന്ന ഒരു നഗരമാണ് വഡോദര. വഡോദരയിലെ ആകർഷണങ്ങളിൽ ഏറ്റവും പ്രധാന സ്ഥലങ്ങളിൽ ഒന്നാണ് പഴയ ബറോഡ ഭരിച്ചിരുന്ന ഗെയ്ക്വാദ് കുടുംബത്തിന്റെ രാജകീയ വസതിയായ ലക്ഷ്മി വിലാസ് കൊട്ടാരം. 1890-കളിൽ ബറോഡ സംസ്ഥാനം ഭരിച്ചിരുന്ന ഒരു പ്രമുഖ മറാത്ത കുടുംബമായ ഗെയ്ക്വാദ് കുടുംബമാണ് ഇത് നിർമ്മിച്ചത്. അക്കാലത്തെ ഏറ്റവും പ്രശസ്തനായ വാസ്തുശില്പികളിൽ ഒരാളായ മേജർ ചാൾസ് മാന്ത് ആയിരുന്നു മുഖ്യ വാസ്തുശില്പി. നിർമ്മാണത്തിലെ ചില പിഴവുകൾ മൂലം അദ്ദേഹം വിഷാദ രോഗത്തിന് അടിമയായെന്നും അത് നിർമ്മാണത്തിന്റെ പാതി വഴിയിൽ അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിച്ചുവെന്നും ക്കാത്ത ചില കഥകളുണ്ട്. 1890-കളിൽ മഹാരാജ സായാജി റാവു ഗെയ്ക്വാദ് മൂന്നാമൻ 27 ലക്ഷം രൂപ ചിലവിൽ പണി കഴിപ്പിച്ച ഈ കൊട്ടാരം തഞ്ചാവൂർ രാജകുടുംബത്തിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. 1800-കളിൽ പണി കഴിപ്പിച്ചതാണെങ്കിലും ആർക്കും ചിന്തിക്കാവുന്നതിലും അപ്പുറം എല്ലാ ആധുനിക സൗകര്യങ്ങളും ഈ കൊട്ടാരത്തിലുണ്ടായിരുന്നു. കൊട്ടാരത്തിൽ ഒരു ഇന്റേണൽ ടെലിഫോൺ എക്സ്ചേഞ്ച്, എലിവേറ്ററുകൾ, തടസ്സമില്ലാത്ത വൈദ്യുതി വിതരണം എന്നിവയൊക്കെ ഉണ്ടായിരുന്നു. സോങ്ഹത് ക്വാറികളിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പുറംഭാഗം കൊട്ടാരത്തിന് ഗംഭീരമായ സ്വർണ്ണ തിളക്കം നൽകിയിരുന്നു. 500 ഏക്കറിലായി നിർമ്മിച്ചിരിക്കുന്ന 4 നിലകളുള്ള ലക്ഷ്മി വിലാസ് കൊട്ടാരത്തിന് 170 മുറികളുണ്ട്. 3 ദശലക്ഷം ചതുരശ്ര അടിയിൽ പരന്നു കിടക്കുന്ന കൊട്ടാരത്തിലെ മുറികളെല്ലാം മഹാരാജാവിനും മഹാറാണിക്കും മാത്രം ഉപയോഗിക്കാനുള്ളതായിരുന്നു. സമർജിത് സിംഗ് ഗെയ്ക്വാദിന്റെ രാജകുടുംബവും അദ്ദേഹത്തിന്റെ ഭാര്യ രാധിക രാജെ ഗെയ്ക്വാദും അവരുടെ 2 പെൺമക്കളും ഇപ്പോഴും ഇവിടെ താമസിക്കുന്നുണ്ട്. അതിനാൽ കൊട്ടാരത്തിനുള്ളിൽ ഫോട്ടോഗ്രാഫി കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബ്രിട്ടീഷ് വാസ്തുശില്പികൾ ഉപയോഗിച്ചിരുന്ന നവോത്ഥാന ശൈലിയായ ഇൻഡോ സാരസനിക് വാസ്തുവിദ്യയുടെ ഒരു ഉദാഹരണമാണ് ഈ കൊട്ടാരം. രാജസ്ഥാനി, ഗുജറാത്തി, ഇസ്ലാമിക് എന്നിവയുൾപ്പെടെയുള്ള പ്രാദേശിക വാസ്തുവിദ്യയുടെ ഘടകങ്ങളും യൂറോപ്യൻ രൂപങ്ങളുമായി ഇവിടെ സമന്വയിപ്പിച്ചിരിക്കുന്നു. ലണ്ടനിലെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ 4 ഇരട്ടി വലിപ്പമുള്ള ഏറ്റവും വലിയ സ്വകാര്യ വാസസ്ഥലമായി അറിയപ്പെടുന്ന ഈ മഹത്തായ കൊട്ടാരം വഡോദരയിൽ വരുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒന്നാണ്. ഗുജറാത്തിലെ ഏറ്റവും സമ്പന്നമായ രാജഭരണകാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഈ കൊട്ടാരത്തിലെ മൊസൈക്കുകൾ പാകിയ വിപുലമായ ഇന്റീരിയറുകൾ, നന്നായി പരിപാലിക്കുന്ന ഫർണിച്ചറുകൾ, ചാൻഡിലിയറുകൾ, കലാസൃഷ്ടികൾ, ആയുധങ്ങൾ എന്നിവയാൽ സമ്പുഷ്ടമാണ്. അന്നത്തെ ബറോഡ മഹാരാജാവിന്റെ പ്രത്യേക ക്ഷണപ്രകാരം പ്രശസ്ത കലാകാരനായ രാജാ രവിവർമ്മ രചിച്ച 25-ലധികം പെയിന്റിങ്ങുകൾ ഈ കൊട്ടാരത്തെ അലങ്കരിക്കുന്നു. അഞ്ഞൂറ് ഏക്കറിലധികം വിസ്തൃതിയുള്ള പാലസ് കോമ്പൗണ്ടിൽ വിരുന്നുകൾക്കും കൺവെൻഷനുകൾക്കും വേണ്ടിയുള്ള ഹാളുകൾ, മോട്ടി ബാഗ് പാലസ്, മഹാരാജ ഫത്തേഹ് സിംഗ് മ്യൂസിയം എന്നിവയുൾപ്പെടെ നിരവധി കെട്ടിടങ്ങളുണ്ട്. മഹാരാജാവിന്റെ യൂറോപ്യൻ അതിഥികളുടെ ഉപയോഗത്തിനായി 1930-ൽ സൃഷ്ടിച്ച ഒരു ഗോൾഫ് കോഴ്സും ഇവിടെയുണ്ട്. മുൻ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കളിക്കാരനായ അദ്ദേഹത്തിന്റെ ചെറുമകൻ സമർജിത് സിംഗ് ഇത് നവീകരിച്ച് ഇപ്പോൾ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തിരിക്കുകയാണ്. ബറോഡ ക്രിക്കറ്റ് അസോസിയേഷന്റെ ഓഫീസുകൾ, മോട്ടി ബാഗ് ക്രിക്കറ്റ് ഗ്രൗണ്ട്, അപൂർവമായ തേക്കിൻ തടിയാൽ നിർമ്മിച്ച ഫ്ലോറുള്ള ഇൻഡോർ ടെന്നീസ് കോർട്ട്, ബാഡ്മിന്റൺ കോർട്ട് എന്നിവയും ഈ സമുച്ചയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രേം രോഗ്, ദിൽഹി തോഹെ, ഗ്രാൻഡ് മസ്തി തുടങ്ങിയ നിരവധി ബോളിവുഡ് സിനിമകൾ വഡോദരയിലെ ലക്ഷ്മി വിലാസ് പാലസിൽ ചിത്രീകരിച്ചിട്ടുണ്ട്.
ഇന്ത്യയിൽ രാജവാഴ്ച നിർത്തലാക്കിയെങ്കിലും വഡോദരയിലെ രാജകുടുംബത്തെ തദ്ദേശീയർ ഇന്നും വളരെ ബഹുമാനത്തോടെയാണ് കാണുന്നത്. വഡോദരയിലെ ലക്ഷ്മി വിലാസ് കൊട്ടാരം ഒരു വാസ്തുവിദ്യാ വിസ്മയവും ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ സമൃദ്ധിയുടെ സാക്ഷ്യവുമാണ്.